ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജോയിൻ ചെയ്തോളൂ. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കൂ. നല്ലൊരു കോളേജിൽ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ട്രീം തന്നെ, അത് ഫാർമസി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ റാങ്ക് വെസിസ് ഈ പറയുന്ന ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ആണ്. അപ്പോൾ അത് നോക്കാം, ഓരോ കാറ്റഗറിയിലും എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് നമുക്ക് ഓട്ടിച്ച് നോക്കാം. എൻ്റെ കംപ്ലീറ്റ് PDF ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആക്കാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇത്ര റാങ്ക് ഉണ്ട്, എൻ്റെ കാറ്റഗറി ഇതാണ്, എനിക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ലാസ്റ്റ് റാങ്ക് കീമിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റിനൊക്കെ ഓരോ കോളേജുകളിലും ഓരോ കാറ്റഗറിയിലും ഓരോ സബ്ജക്റ്റിനും അവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു എന്ന്. അതിൽ നിന്ന് വലിയ വ്യത്യാസം ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നോർമലൈസേഷൻ പ്രൊസീജിയർ ഏകദേശം കഴിഞ്ഞ 2 വർഷങ്ങളിലും ഒരുപോലെ തന്നെയായിരുന്നു. പിന്നെ ഡിമാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ AI റിലേറ്റഡ് പല കോഴ്സുകൾക്കും ഡിമാൻഡ് ഹയർ ആണ്. നമ്മുടെ ഇലക്ട്രിക്കൽ, സിവിലിനൊക്കെ ഒരു മോഡറേറ്റ് ഡിമാൻഡാണ്. അതാണ് ഈ വർഷം. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യത്തെ ഒരു കേസ് പറയാം. ഇപ്പോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ പലരും നോക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും AEI. ഇപ്പോൾ എനിക്ക് തന്നെ CET ആദ്യം കിട്ടിയ സബ്ജക്റ്റ് ഇതാണ്, പിന്നീട് മാറിയതാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് കോളേജാണ്. ഫസ്റ്റ് ടൈപ്പ് അവർ സൂചിപ്പിക്കും ആ ഒരു ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫിൽ. അതിൽ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ ജനറലിൽ അവിടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ അവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടിയുടെ അവസാനത്തെ റാങ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 11,530 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നിങ്ങളുടെ റാങ്ക് 11,530 മീൻസ് ആ ഒരു റേഞ്ച് 11,000-നകത്താണ് എങ്കിൽ നിങ്ങൾക്കും ജനറലിൽ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ്, ഇതിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കേസാണ് കേട്ടോ. ഫസ്റ്റ് അലോട്ട്മെന്റിനകത്ത് ഇത്തവണയും ഈ പറയുന്ന ബ്രാഞ്ചിൽ അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇനി അതേ കേസ് CETയുടെ കേസിൽ എടുക്കാം. CETയിൽ എത്രയാണ്? അത് 1,885 ആണ്. സ്റ്റേറ്റ് മെറിറ്റിൽ ഈ പറയുന്ന അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ കുട്ടിയുടെ അവസാന റാങ്ക്. അപ്പോൾ ഈ 10,000 റാങ്കും വെച്ചിട്ട് നിങ്ങൾ CETയിൽ ഇതേ സബ്ജക്റ്റിന് അപ്ലൈ ചെയ്ത ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം റാങ്ക് കട്ട് ഓഫ് അവിടെ എത്രയാണ്? 2,000-നകത്താണ്. ഇനി ഇതേ കാര്യം തന്നെ നിങ്ങളുടെ റാങ്ക് കുറച്ച് കൂടുതലാണ്, മീൻസ് കൂടുതലെന്ന് വെച്ചാൽ 10,000-നൊക്കെ താഴെയാണ്. ഇതേ CETയിൽ ഈ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷന് SC വിഭാഗത്തിൽ, SC കാറ്റഗറി 1 റിസർവേഷൻ ഉണ്ട്. അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടിയുടെ ജനറൽ റാങ്ക് നോക്കൂ, അത് 23,310 ആണ്. അപ്പൊ നിങ്ങൾക്ക് റാങ്ക് 25,000-നോട് അടുത്താണെങ്കിൽ നിങ്ങൾ SC ആണ് നിങ്ങളുടെ കാറ്റഗറി എങ്കിൽ സ്റ്റിൽ CETയിൽ ഇത്തരത്തിലൊരു ടോപ്പ് ബ്രാഞ്ച് കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ തന്നെ ജസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഒരുപാട് പേര് നോക്കുന്നതാണല്ലോ. സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മുടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ കുട്ടിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിലെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് 12,780 ആണ്. ഇനി അതേ സമയത്ത് തന്നെ അവിടെ നമുക്ക് CETയിലേക്ക് വരാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, അത് 5,059 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും CETയിൽ തന്നെ 2 ബ്രാഞ്ചുകൾ നമ്മൾ അനലൈസ് ചെയ്തു. എന്തൊക്കെയാണ്? സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സിന് 2,000-ന് താഴെയാണ്, സിവിൽ എഞ്ചിനീയറിംഗിന് 5,000-നോട് അടുത്താണ്. അപ്പോൾ 2 ബ്രാഞ്ചിന്റെയും ഡിമാൻഡ് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സിന് ഇപ്പോൾ സ്റ്റിൽ ഹൈ ഡിമാൻഡാണ്, പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പാരിറ്റീവ്ലി ഒരു ലെസർ ഡിമാൻഡാണ്. അതുകൊണ്ടാണ് എന്ത് വന്നത്? ആ ഒരു ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് അവിടെ താഴ്ന്നു നിൽക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട സബ്ജക്ട് എന്തെടുക്കാം? നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോയാലോ? അല്ല, കെമിക്കൽ എഞ്ചിനീയറിംഗ് വളരെ കുറച്ച് ക്യാമ്പസുകളിലേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത് 6,693 ആണ്. അപ്പോൾ സ്റ്റിൽ നിങ്ങളത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റാങ്കുമായിട്ട് കമ്പയർ ചെയ്യാം. ഇത് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കേസാണ്. ഇതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്. അതിന്റെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ്, റാങ്ക് കട്ട് ഓഫ്, ലാസ്റ്റ് റാങ്ക് PDF നമ്മുടെ CE വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പലരും നോക്കുന്ന ഒരു കോളേജാണ്. അവിടെ തന്നെ അടൂർ പോലുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ അവിടെ കോസ്റ്റ് ഷെയറിംഗ് ആണ്, എന്നാണ് ടൈപ്പ് വരുന്നത്. നമുക്കൊരു ഗവൺമെന്റ് കോളേജ് എടുക്കാം. എവിടെ എടുക്കാം? നമ്മുടെ കോട്ടയം RIT എടുക്കാം. കോട്ടയം RITയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് സ്റ്റേറ്റ് മെറിറ്റിൽ 3,100 ആണ്. 3,100 റാങ്കിനകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജനറലിൽ തന്നെ
ഫസ്റ്റ് അലോട്ട്മെന്റിൽ RIT കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതേ കാര്യം SC വന്നു കഴിഞ്ഞാൽ അത് 21,000 പോകുന്നത് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറി ഉണ്ട്, ഈഴവ കാറ്റഗറി ഉണ്ട്, ലാറ്റിൻ കാറ്റഗറി ഉണ്ട്. ഓരോ റിസർവേഷൻ കാറ്റഗറിയിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് റാങ്ക് കട്ട് ഓഫ് അനലൈസ് ചെയ്യാം. ഞാൻ ഒരുപാട് തവണ ഇത് പറയുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഡെമോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേ രീതിയിൽ നമ്മൾ ഫാർമസിയും ചെയ്യുന്നതാണ്. ഇനി അങ്ങോട്ട് എഞ്ചിനീയറിംഗ് നിങ്ങളുടെ ഡൗട്ടുകൾക്ക് അനുസരിച്ചുള്ള വീഡിയോകൾ വരുന്നതാണ്. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.